സി ജെ പി ആസ് ഓഫ് ടുഡേ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, ഒരു കക്ഷി രാഷ്ട്രീയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു പബ്ലിക് പ്രഷർ ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കും. സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അക്കൗണ്ടബിൾ ആയിട്ടുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകും. അതിനകത്ത് 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക. 2, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് പേർക്ക് തൊഴിലില്ലാതെ ഇന്ന് കഷ്ടതകൾ അനുഭവിക്കുന്നു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക. 3, ഈ പറഞ്ഞിരിക്കുന്ന പല സമൂഹ ഗ്രൂപ്പുകളും ഈ പറഞ്ഞിരിക്കുന്ന CJPയുടെ പ്രൊട്ടസ്റ്റിന്റെ സമയത്തും അതുകൂടാതെയും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് പലരുമായിട്ട് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അവരെല്ലാവരും കണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ ഐക്യപ്പെട്ട് ഭാവിയിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അവർക്ക് മുമ്പ് നടന്ന CJP പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് തന്ന സപ്പോർട്ടിന് നന്ദി പറയുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മൂന്നാമതായിട്ട്. 4, അജിം സൂചിപ്പിച്ച കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളുടെ ഇന്റഗ്രിറ്റി അത് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് സർക്കാർ തീരുമാനിക്കുന്നു ആരാണ് വോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്നെയാണ്. അതിന് ഒരു പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് പാർട്ടി എന്ന നിലയിൽ ചിലപ്പോൾ അതൊന്നും സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മാത്രമല്ല അത് ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് വിഘടിച്ചു പോയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരു പബ്ലിക് പ്രഷർ ഗ്രൂപ്പ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് CJP ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെയും അഭിപ്രായം. അങ്ങനെ തന്നെ പോയാൽ മതി. കാരണം അക്കൗണ്ടബിൾ ആയിട്ടുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പോൾ പാർലമെന്റിൽ നടക്കേണ്ട കാര്യം അതായിരുന്നു. അമിത്ഷാ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് വഹിക്കുന്ന ഒരു മന്ത്രിയാണ്. അമിത്ഷാ റെസ്പോൺസിബിൾ ആണ്. അതെനിക്ക് തോന്നുന്നു മിഥുൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു ആ കാര്യം തന്നെ. അമിത്ഷാ അവിടെ ഡൽഹിയിൽ ജൂലൈ 20 നടന്ന ആ പോലീസിന്റെ അക്രമത്തിൽ അതിന് മറുപടി പറയേണ്ടത് അമിത്ഷാ തന്നെയാണ്. ആരാണ് പെല്ലറ്റ് ഗൺ അല്ലെങ്കിൽ വെടിവെക്കാൻ ഉത്തരവിട്ടത്, അല്ലെങ്കിൽ അതോ അമിത്ഷായുടെ മന്ത്രാലയം അറിയാതെയാണോ അവിടെ വെടിവെപ്പൊക്കെ നടന്നത് എന്നുള്ള കാര്യം കൃത്യമായും ഈ നാട്ടുകാരെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നു.